നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കറണ്ട് അഫേഴ്സ് 2019. വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട ഒരു കോഴ്സാണിത്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം, കറണ്ട് അഫേഴ്സിൽ ഇൻഡിവിജ്വലായിട്ടുള്ള ടോപ്പിക്കുകൾ, ദാറ്റ് ഈസ് സ്പോർട്സ്, സയൻസ്, അവാർഡ്സ്, ഇങ്ങനെ കൃത്യമായി 2019 എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ പുതിയതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ശ്രദ്ധിക്കുക. പ്ലേലിസ്റ്റിൽ കറണ്ട് അഫേഴ്സ് ഫോർ ഓൾ PSC എക്സാംസ് എന്ന പേരിൽ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2019 ഓരോ മാസത്തെയും കറണ്ട് അഫേഴ്സ് പോയിന്റുകൾ 12 ക്ലാസ്സുകളായി പഠിക്കുകയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ടോപ്പിക്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത കോമൺ ആയിട്ടുള്ള പോയിന്റുകൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 സംബന്ധിച്ച് നമുക്കറിയാം, മാർച്ചിന് ശേഷം ഒരു PSC എക്സാംസും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയിൽ കറണ്ട് അഫേഴ്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് 2019 നിന്നാകും. അപ്പോൾ എല്ലാ മത്സര പരീക്ഷകൾക്കും, ഒരുപാട് വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്നോട് ഈ കോഴ്സിനെ കുറിച്ച് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ടോപ്പിക്കുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്നും നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്ലേലിസ്റ്റിൽ നിന്ന് ആ ക്ലാസ്സുകൾ കൂടി പഠിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ ഈ 12 ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാ പരീക്ഷകൾക്കും കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാവരും കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2019 ജനുവരിയിൽ മിന്നൽ ഹർത്താലിനെതിരായി ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർ എത്ര ദിവസം മുൻപ് നോട്ടീസ് നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇപ്പോൾ ഈ മിന്നൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന പോലെ ഒരുപാട് പൊതുജന ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞു. ഇനി മുതൽ മിന്നൽ ഹർത്താൽ അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ 7 ദിവസം മുൻപ് നോട്ടീസ് നൽകണമെന്ന്. 7 ദിവസമാണ്. ശ്രദ്ധിക്കുക, 2019 ജനുവരിയിൽ മിന്നൽ ഹർത്താലിനെതിരായി ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർ എത്ര ദിവസം മുൻപ് നോട്ടീസ് നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്? 7 ദിവസമാണ്. അത് ഓർത്തിരിക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റാണ്. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2019 ജനുവരിയിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ലെനിൻ രാജേന്ദ്രനാണ്. 2019 ജനുവരിയിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ലെനിൻ രാജേന്ദ്രൻ. ലെനിൻ രാജേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് 3 സിനിമകൾ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് സ്വാതി തിരുനാൾ, പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്വാതി തിരുനാൾ എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? ലെനിൻ രാജേന്ദ്രനാണ് സ്വാതി തിരുനാൾ എന്ന സിനിമ സംവിധാനം ചെയ്തത്. അതേപോലെ മീനമാസത്തിലെ സൂര്യൻ, നമുക്കറിയാം എൻഡോസൾഫാൻ ദുരിതവുമായി ബന്ധപ്പെട്ട് നിരഞ്ജനയുടെ ചിരസ്മരണ എന്ന നോവൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആ നോവലിനെ ആസ്പദമാക്കി ഇദ്ദേഹം ചെയ്ത ഒരു സിനിമയായിരുന്നു മീനമാസത്തിലെ സൂര്യൻ. അപ്പോൾ എൻഡോസൾഫാൻ ദുരിതവുമായി ബന്ധപ്പെട്ട മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരെന്ന് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്? ലെനിൻ രാജേന്ദ്രനാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമയാണ് ദൈവത്തിൻ്റെ വികൃതികൾ. പിന്നീടുള്ള ഒരുപാട് സിനിമകളുണ്ട്. എക്സാമിന് ചോദിച്ച 3 എണ്ണമാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്വാതി തിരുനാൾ, മീനമാസത്തിലെ സൂര്യൻ, ദൈവത്തിൻ്റെ വികൃതികൾ, ഇവ ലെനിൻ രാജേന്ദ്രൻ്റെ സിനിമകളാണെന്ന് ഓർക്കുക. അപ്പോൾ 2019 ജനുവരിയിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ലെനിൻ രാജേന്ദ്രൻ ആണ്. നെക്സ്റ്റ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ എവിടെയാണ് ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം സ്ഥാപിക്കുന്നത്? തിരൂർ മലയാള യൂണിവേഴ്സിറ്റിയിൽ സെൻട്രൽ HRD മിനിസ്റ്ററുടെ നേതൃത്വത്തിലാണ് ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം സ്ഥാപിക്കുന്നത്. കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം സ്ഥാപിക്കുന്നത് തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റിയിലാണ്. അതും ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. അപ്പോൾ കേരളത്തിൽ എവിടെയാണ് ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം സ്ഥാപിക്കുന്നത്? തിരൂർ മലയാളം യൂണിവേഴ്സിറ്റിയിലാണ്. നെക്സ്റ്റ്, പ്രഥമ ജഡായു പുരസ്കാര ജേതാവ് നെടുമുടി വേണുവാണ്. നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പം രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയൊരു പ്രൈസാണ്, പ്രഥമ പ്രൈസായിട്ട് തന്നെ ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാം. പ്രഥമ ജഡായു പുരസ്കാര ജേതാവ് ആരാണ്? നെടുമുടി വേണുവാണ് പ്രഥമ ജഡായു പുരസ്കാര ജേതാവ്. നെക്സ്റ്റ്, അഞ്ചാമത്തെ പോയിന്റ്, നഗരങ്ങളിൽ കുറ്റകൃത്യങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും തടയാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി
നഗരങ്ങളിൽ കുറ്റകൃത്യങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും തടയാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ കോബ്ര. നഗരങ്ങളിലെ കുറ്റകൃത്യങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും തടയാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ഓപ്പറേഷൻ കോബ്ര. ഓപ്പറേഷൻ കോബ്ര. നെക്സ്റ്റ് 6ാമത്തെ പോയിന്റ്, 2019 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ. മോഹൻലാൽ, നമ്പി നാരായൺ. ശ്രദ്ധിച്ചോണം, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 20 നമുക്കിതെല്ലാം ആഡ് ചെയ്ത് വീണ്ടും പഠിക്കാനുണ്ട്. നമ്മൾ 2019 ജനുവരിയിലെ കാര്യങ്ങളാണ്. 2019 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ മോഹൻലാൽ, നമ്പി നാരായൺ. 2019 പത്മ അവാർഡൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാൻ താല്പര്യമുള്ള പ്ലേലിസ്റ്റിൽ കയറിയ ക്ലാസ്സുകൾ കേൾക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സ്ഥാപിതമായത്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സ്ഥാപിതമായത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സ്ഥാപിതമായത് കൊച്ചി. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എവിടെ സ്ഥാപിതമായി? കൊച്ചിയിൽ സ്ഥാപിതമായി. 8ാമത്തെ പോയിന്റ്, കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡറായി നിയമിതയായ മലയാളി വനിത കാർത്തിയായനി അമ്മ. വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നാണ്. 96 വയസ്സ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ തുല്യതാ പരീക്ഷ പാസ്സായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു കാർത്തിയായനി അമ്മ. അപ്പോൾ പരീക്ഷയ്ക്ക് ഓൾറെഡി ഇത് ചോദിച്ചാണ്. കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡറായി നിയമിതയായ മലയാളി വനിത ആരാണ്? കാർത്തിയായനി അമ്മയാണ്. കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡറായി നിയമിതയായ മലയാളി വനിത ആരാണ്? കാർത്തിയായനി അമ്മ. നെക്സ്റ്റ് 9ാമത്തെ പോയിന്റ്, ടോക്കിയോ ഒളിമ്പിക്സ് ലക്ഷ്യമാക്കി കായിക താരങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഒളിമ്പിക്സ്. 11 ഇനങ്ങളിൽ 100ഓളം കായിക താരങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ടോക്കിയോ ഒളിമ്പിക്സ് ലക്ഷ്യമാക്കി കായിക താരങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഒളിമ്പിക്സ്. ടോക്കിയോ ഒളിമ്പിക്സ് ലക്ഷ്യമാക്കി കായിക താരങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ഓപ്പറേഷൻ ഒളിമ്പിക്സ്. ഓപ്പറേഷൻ ഒളിമ്പിക്സ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് പ്രാദേശികമായി ജനുവരിയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇൻഡിവിജ്വൽ ടോപ്പിക്കുകൾ നമ്മൾ സെപ്പറേറ്റ് പഠിച്ചിരുന്നു. കോമൺ ആയിട്ട് ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ദേശീയ തലത്തിൽ ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത കുറച്ചധികം പോയിന്റുകൾ നോക്കാനുണ്ട്. ഫസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ മ്യൂസിയം നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ എന്ന പേരിൽ തുറന്നത് എവിടെയാണ്? മുംബൈയിൽ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ മ്യൂസിയം, എൻ്റെ പേരെന്താണ്? നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ. എവിടെ സ്റ്റാർട്ട് ചെയ്തു? മുംബൈയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയിൽ ആണ്. നെക്സ്റ്റ് 2ാമത്തെ, വന്ദേ ഭാരത് എക്സ്പ്രസ്. നമുക്കറിയാം ട്രെയിൻ 18 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി, വാരണാസി. ഇന്ത്യയുടെ അതിവേഗ എഞ്ചിൻലെസ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലെങ്കിൽ ട്രെയിൻ 18. ഇത് ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലാണ്? ഡൽഹി, വാരണാസി. വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി, വാരണാസി. നെക്സ്റ്റ് 3ാമത്തെ ക്വസ്റ്റ്യൻ, 2019 ജനുവരിയിൽ നടന്ന ഭരണഘടനാ ഭേദഗതി പ്രകാരം വിവാഹമോചനത്തിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രോഗം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2019 ജനുവരിയിൽ നടന്ന ഭരണഘടനാ ഭേദഗതി പ്രകാരം വിവാഹമോചനത്തിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രോഗം കുഷ്ഠരോഗമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2019 ജനുവരിയിലാണ് ഇങ്ങനെ ഒരു നിയമത്തിലുള്ള ലെപ്രസി അതിനൊരു കാരണമല്ല എന്ന് നിയമം വന്നത്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ, 2019 ജനുവരിയിൽ GST കൗൺസിൽ എത്ര ലക്ഷം വരെ വാർഷിക ടേൺ ഓവറുള്ള ബിസിനസ് സ്ഥാപനങ്ങളെയാണ് GST അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2019 ജനുവരിയിൽ GST കൗൺസിൽ എത്ര ലക്ഷം വരെ വാർഷിക ടേൺ ഓവറുള്ള ബിസിനസ് സ്ഥാപനങ്ങളെയാണ് GST അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയത്? 40 ലക്ഷമാണ്. മുൻപ് ഈ പരിധി 20 ലക്ഷമാണ്. അത് പിന്നീട് ഉയർത്തി 40 ലക്ഷമായിട്ട് 2019 ജനുവരിയിൽ മാറ്റിയിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. 2019 ജനുവരിയിൽ GST കൗൺസിൽ എത്ര ലക്ഷം വരെ വാർഷിക ടേൺ ഓവറുള്ള ബിസിനസ് സ്ഥാപനങ്ങളെയാണ് GST അടയ്ക്കുന്നത് ഒഴിവാക്കിയത്? 40 ലക്ഷം വരെ. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ, രേണുകാജി ഡാം അല്ലെങ്കിൽ രേണുക ഡാം എന്നറിയപ്പെടുന്നു ഏത് സംസ്ഥാനത്താണ്? ഇത് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഹിമാചൽ പ്രദേശിലാണ്.
ചോദിക്കാം. പുതിയ ഡാമുകളും ജലവൈദ്യുത പദ്ധതികളൊക്കെ കറണ്ട് അഫേഴ്സിൽ സ്ഥിരമായി ഇടം പിടിക്കാറുണ്ട്. ആ കാറ്റഗറിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. രേണുകാജി ഡാം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. രേണുകാജി ഡാം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഇത് ഗിരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യമുനയുടെ പോഷക നദിയായ ഗിരി നദിയിലാണ് രേണുകാജി ഡാം സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, 5ാമത്തെ ക്വസ്റ്റ്യൻ. രേണുകാജി ഡാം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഏത് നദിയിലാണ്? ഗിരി നദി യമുനയുടെ പോഷക നദിയാണ്. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. 2019 ജനുവരിയിൽ ഭാരതരത്നം സ്വീകരിച്ച മുൻ ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി. 2019 ജനുവരിയിൽ ഭാരതരത്നം സ്വീകരിച്ച മുൻ ഇന്ത്യൻ പ്രസിഡന്റ്, 2019 ഭാരതരത്നം ലഭിച്ച മുൻ ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി. അതോടൊപ്പം തന്നെ ജനസംഘത്തിന്റെ സ്ഥാപകരിൽ പ്രമുഖനായ നാനാജി ദേശ്മുഖ്, അതേപോലെ കവിയായ ഭൂപൻ ഹസാരിക. നമുക്കറിയാം ബ്രഹ്മപുത്രയുടെ കവി എന്നറിയപ്പെടുന്ന ഭൂപൻ ഹസാരിക. ഇങ്ങനെ 3 പേർക്കാണ് പ്രണബ് മുഖർജി, നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക. ഇവർ 3 പേർക്കാണ് ഭാരതരത്നം ലഭിച്ചത്. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2019 ജനുവരിയിൽ ഭാരതരത്നം ലഭിച്ച മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? പ്രണബ് മുഖർജി. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ. 2019 ജനുവരിയിൽ സുഭാഷ് ചന്ദ്രബോസ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? റെഡ് ഫോർട്ടിലാണ്. 2019 ജനുവരിയിൽ സുഭാഷ് ചന്ദ്രബോസ് മ്യൂസിയം എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? റെഡ് ഫോർട്ടിലാണ്. 1897 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇത്. 1897 ജനുവരി 3-നാണ് സുഭാഷ് ചന്ദ്രബോസ് കട്ടക്കിൽ ജനിക്കുന്നത്. നമുക്കറിയാം ജനുവരി 23 നമ്മൾ ദേശ് പ്രേം ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ 2019 ജനുവരിയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള മ്യൂസിയം എവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു? റെഡ് ഫോർട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കൂടെ തന്നെ ഓർത്തിരിക്കുക, സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് 1897 ജനുവരി 3-ന് ഇന്നത്തെ കട്ടക്കിലാണ്. അന്ന് ബംഗാൾ പ്രവിശ്യയുടെ ഭാഗമാണ്. ഇന്ന് കട്ടക്ക്, ഒഡീഷയിലെ കട്ടക്കിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നെക്സ്റ്റ് 8ാമത്തെ പോയിന്റ്. 2019 ജനുവരിയിൽ UAE ഗവൺമെന്റിന്റെ ഷെയ്ഖ് സൗദ് ഇന്റർനാഷണൽ പ്രൈസിന് അർഹനായ പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ശ്രദ്ധിച്ചോണം. 8ാമത്തെ ക്വസ്റ്റ്യൻ. 2019 ജനുവരിയിൽ UAE ഗവൺമെന്റിന്റെ ഷെയ്ഖ് സൗദ് ഇന്റർനാഷണൽ പ്രൈസിന് അർഹനായ പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു. 2019 ജനുവരിയിൽ UAE ഗവൺമെന്റിന്റെ ഷെയ്ഖ് സൗദ് ഇന്റർനാഷണൽ പ്രൈസിന് അർഹനായ പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു. ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു. ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. 2019 ജനുവരിയിൽ UAE ഗവൺമെന്റിന്റെ ഷെയ്ഖ് സൗദ് ഇന്റർനാഷണൽ പ്രൈസിന് അർഹനായ പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. RBI സൂക്ഷിക്കേണ്ട കരുതൽ ധനം, കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് എന്നിവയെക്കുറിച്ച് തീരുമാനിക്കാനായി രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ തലവനായ മുൻ RBI ഗവർണർ ബിമൽ ജലാൻ. ഇത് ഓൾറെഡി അവരുടെ തീരുമാനപ്രകാരം അതൊക്കെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. RBI സൂക്ഷിക്കേണ്ട കരുതൽ ധനം, കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് എന്നിവയെക്കുറിച്ച് തീരുമാനിക്കാനായി രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ തലവനായ മുൻ RBI ഗവർണർ ആരാണ്? ബിമൽ ജലാനാണ്. മുൻ RBI ഗവർണർ ബിമൽ ജലാൻ. അതും ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. നെക്സ്റ്റ് 10. ഡിജിറ്റൽ പേയ്മെന്റ് വിപുലീകരിക്കാനും ഇപ്പോഴത്തെ വ്യാപ്തി പഠിക്കാനുമായി RBI രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ചെയർമാൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡിജിറ്റൽ പേയ്മെന്റ് വിപുലീകരിക്കാനും ഇപ്പോഴത്തെ വ്യാപ്തി പഠിക്കാനുമായി RBI രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ചെയർമാൻ നന്ദൻ നിലേക്കനി. നന്ദൻ നിലേക്കനി. ഡിജിറ്റൽ പേയ്മെന്റ് വിപുലീകരിക്കാനും ഇപ്പോഴത്തെ വ്യാപ്തി പഠിക്കാനുമായി RBI രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ചെയർമാൻ ആരാണ്? നന്ദൻ നിലേക്കനിയാണ്. നന്ദൻ നിലേക്കനി. നെക്സ്റ്റ് 11. വൺ ഫാമിലി വൺ ജോബ് പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം സിക്കിമാണ്. വൺ ഫാമിലി വൺ ജോബ്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും സർക്കാർ ജോലി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സിക്കിമിൻ്റെ ചീഫ് മിനിസ്റ്ററായ പവൻ കുമാർ ചാംലിംഗ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണിത്. വൺ ഫാമിലി വൺ ജോബ് പദ്ധതി ഏത് സംസ്ഥാനമാണ് പ്രഖ്യാപിച്ചത്? സിക്കിമാണ് പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് 12. 2019 റിപ്പബ്ലിക് ഡേയുടെ തീം
ശ്രദ്ധിച്ചോണം, 2020 ഓൾറെഡി കടന്നു പോയിട്ടുണ്ട്. നമുക്ക് 2019 ജനുവരിയിലാണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. 2019 റിപ്പബ്ലിക് ഡേയുടെ തീം ലൈഫ് ഓഫ് ഗാന്ധി. കാരണം ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികത്തോട് ഉള്ള ഒരു വർഷമായിരുന്നു, അതുകൊണ്ടാണ് ലൈഫ് ഓഫ് ഗാന്ധി. അതേപോലെ 2019 റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് സിറിൽ റാമാഫോസ. സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായ സിറിൽ റാമാഫോസ ആയിരുന്നു നമ്മുടെ 2019 റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. 2020 നമുക്ക് പഠിക്കാനുണ്ട്, അത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ, 2019 റിപ്പബ്ലിക് ഡേയുടെ തീം ലൈഫ് ഓഫ് ഗാന്ധി. ചീഫ് ഗസ്റ്റ് സിറിൽ റാമാഫോസ ആയിരുന്നു, സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ്. ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ, 2019 ജനുവരിയിൽ ഗോവയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അടൽ സേതു ഏത് നദിക്ക് കുറുകെയാണ്? 2019 ജനുവരിയിൽ ഗോവയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അടൽ സേതു ഏത് നദിക്ക് കുറുകെയാണ്? മണ്ഡോവി നദി. നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്, ലൈഫ് ലൈൻ ഓഫ് ഗോവ, ഗോവയുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് മണ്ഡോവി നദി. അപ്പോൾ 2019 ജനുവരിയിൽ ഗോവയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അടൽ സേതു ഏത് നദിക്ക് കുറുകെയാണ്? മണ്ഡോവി നദിക്ക് കുറുകെയാണ്. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ, 2019 ജനുവരി 9 15ാമത് പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 2019 ജനുവരി 9 15ാമത് പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? വാരണാസി, ഉത്തർപ്രദേശിലാണ്. ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി പ്രവിന്ദ് ജുഗ്നോദ് ആയിരുന്നു. മൗറീഷ്യൻ പ്രധാനമന്ത്രി, മൗറീഷ്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പ്രവിന്ദ് ജഗ്നോദ്. അദ്ദേഹമായിരുന്നു ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി. അപ്പോൾ 2019 ജനുവരി 9 15ാമത് പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വാരണാസി, ഉത്തർപ്രദേശിലായിരുന്നു. ഇതിൻ്റെ മുഖ്യ അതിഥി പ്രവിന്ദ് ജഗ്നോദ്, മൗറീഷ്യൻ പ്രധാനമന്ത്രി. നെക്സ്റ്റ് 15, യാദ് ഇ ജാലിയൻ മ്യൂസിയം എന്ന പേരിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് വിവരിക്കുന്ന മ്യൂസിയം എവിടെ സ്ഥാപിക്കപ്പെട്ടു? റെഡ് ഫോർട്ട്, ന്യൂഡൽഹിയിലാണ്. യാദ് ഇ ജാലിയൻ മ്യൂസിയം എന്ന പേരിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് വിവരിക്കുന്ന മ്യൂസിയം എവിടെ സ്ഥാപിക്കപ്പെട്ടു? റെഡ് ഫോർട്ട്, ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടു. യാദ് ഇ ജാലിയൻ മ്യൂസിയം എന്ന പേരിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് വിവരിക്കുന്ന മ്യൂസിയം എവിടെ സ്ഥാപിക്കപ്പെട്ടു? റെഡ് ഫോർട്ട്, ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടു. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ, 2019 ജനുവരിയിൽ പൂനെയിൽ വെച്ച് നടന്ന കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ. 2019 ജനുവരിയിൽ പൂനെയിൽ വെച്ച് നടന്ന കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്രയാണ്. 2019 ജനുവരിയിൽ പൂനെയിൽ വെച്ച് നടന്ന കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ ആരാണ്? മഹാരാഷ്ട്ര. നെക്സ്റ്റ് 17, സത്യരൂപ് സിദ്ധാന്ത ഏത് മേഖലയിൽ പ്രശസ്തനാണ്? പർവ്വതാരോഹണം. റീസെൻ്റ്ലി അദ്ദേഹം പർവ്വതാരോഹണത്തിൽ ചില റെക്കോർഡുകളൊക്കെ ഇട്ടിരുന്നു, അതുകൊണ്ട് തന്നെ പേരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. സത്യരൂപ് സിദ്ധാന്ത ഏത് മേഖലയിൽ പ്രശസ്തനാണ്? പർവ്വതാരോഹണം. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് IIT ആണ് അന്തരീക്ഷ കാർബൺ ഡൈ ഓക്സൈഡിനെ പുതുതലമുറ ഊർജമാക്കി മാറ്റാൻ സാധിക്കുന്ന സ്പേസ് ഫ്യൂവൽ ടെക്നോളജി കണ്ടുപിടിച്ചത്? ഇന്ത്യയിലെ ഏത് IIT ആണ് അന്തരീക്ഷ കാർബൺ ഡൈ ഓക്സൈഡിനെ പുതുതലമുറ ഊർജമാക്കി മാറ്റാൻ സാധിക്കുന്ന സ്പേസ് ഫ്യൂവൽ ടെക്നോളജി കണ്ടുപിടിച്ചത്? IIT മദ്രാസ് ആണ്. ഇന്ത്യയിലെ ഏത് IIT ആണ്? IIT മദ്രാസ് ആണ് ഇങ്ങനെയൊരു കണ്ടുപിടുത്തം നടത്തിയത്. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ, മണ്ഡൽ ഡാം പ്രോജക്റ്റ് ഏത് നദിയിലാണ്? നോർത്ത് കോയൽ റിവർ, ജാർഖണ്ഡിലാണ്. അതും അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. മണ്ഡൽ ഡാം പ്രോജക്റ്റ് ഏത് നദിയിലാണ്? നോർത്ത് കോയൽ റിവർ, ജാർഖണ്ഡ്. ഓർത്തിരിക്കുക, മണ്ഡൽ ഡാം പ്രോജക്റ്റ് നോർത്ത് കോയൽ റിവർ, ജാർഖണ്ഡ്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ, 2019 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ നാവിക സ്റ്റേഷൻ INS കൊഹാസ. 2019 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ നാവിക സ്റ്റേഷൻ INS കൊഹാസ. 2019 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ നാവിക സ്റ്റേഷനാണ് INS കൊഹാസ.
നെക്സ്റ്റ് 21, രാജ്യത്തെ ആദ്യത്തെ പിടികിട്ടാ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചതാരെ? വിജയ് മല്യ. റീസെന്റ് കൊണ്ടുവന്ന ഒരു നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് രാജ്യത്തെ ആദ്യത്തെ പിടികിട്ടാ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചത്. ആരെയാണ്? വിജയ് മല്യയെ ആണ്. നെക്സ്റ്റ് 22, 106ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് പഞ്ചാബിലെ ജലന്ധറിലാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചോണം, ഇതെല്ലാം 2019 നമുക്കിതെല്ലാം 20 ഇനി പഠിക്കാനുണ്ട്. 106ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ജലന്ധർ, പഞ്ചാബ്. ജലന്ധർ, പഞ്ചാബ്. 106ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് ജലന്ധർ, പഞ്ചാബിലാണ്. നെക്സ്റ്റ് 23, ഇന്ത്യയുടെ മുഴുവൻ കടൽ തീരവും തീരദേശ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തീരദേശ നിവാസികളെയും കൂടി ഉൾപ്പെടുത്തി ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ ഡിഫൻസ് എക്സിബിഷൻ. ശ്രദ്ധിച്ചോണം, ഇന്ത്യയുടെ മുഴുവൻ കടൽ തീരവും തീരദേശ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തീരദേശ നിവാസികളെയും കൂടി ഉൾപ്പെടുത്തി ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ ഡിഫൻസ് എക്സിബിഷന്റെ പേരാണ് സീ വിജിൽ 2019. സീ വിജിൽ 2019 അങ്ങനെ ഒരു പ്രൊജക്റ്റ് ആദ്യമായിരുന്നു. ഇന്ത്യയുടെ മുഴുവൻ കടൽ തീരവും തീരദേശ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തീരദേശ നിവാസികളെയും കൂടി ഉൾപ്പെടുത്തി ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി കണ്ടക്ട് ചെയ്ത ഡിഫൻസ് എക്സിബിഷന്റെ പേരാണ് സീ വിജിൽ 2019. നെക്സ്റ്റ് 24, നമുക്കറിയാം 2019 അർദ്ധ കുംഭമേള നടന്നിരുന്നു. കുംഭമേള 2019 നടന്നത് പ്രയാഗ്രാജ്, ഉത്തർപ്രദേശ്. അലഹബാദാണ്, അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗ്രാജ്. അപ്പോൾ കുംഭമേള 2019 നടന്ന എവിടെയാണ്? പ്രയാഗ്രാജ്, ഉത്തർപ്രദേശിലാണ് കുംഭമേള 2019 നടന്നത്. പ്രയാഗ്രാജ്, ഉത്തർപ്രദേശ്. നെക്സ്റ്റ് 25, ഏത് കമ്പനിയാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ SMS വഴി ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ പദ്ധതിയിടുന്നത്? ഇന്ത്യയിൽ ഏത് കമ്പനിയാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ SMS വഴി ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ പദ്ധതിയിടുന്നത്? BSNL ആണ്. ഇന്ത്യയിലെ ഏത് കമ്പനിയാണ്? BSNL ആണ് ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ച് SMS വഴി ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ പദ്ധതിയിടുന്നത്. നെക്സ്റ്റ് 26, 2019 ജനുവരി 1 പ്രവർത്തനം തുടങ്ങിയ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ്, സെക്രട്ടറി എന്നാണ് വന്നിരിക്കുന്നത്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ചീഫ് ജസ്റ്റിസ് രമേശ് രംഗനാഥൻ. 2019 ജനുവരി 1 പ്രവർത്തനം തുടങ്ങിയ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? രമേശ് രംഗനാഥൻ. 2019 ജനുവരി 1 പ്രവർത്തനം തുടങ്ങിയ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് രമേശ് രംഗനാഥൻ. രമേശ് രംഗനാഥൻ. നെക്സ്റ്റ് 27, ഓൾറെഡി എക്സാമിന് ചോദിച്ചതാണ്. ആത്മീയ വകുപ്പ് എന്ന പേരിൽ ഒരു പുതിയ വകുപ്പ് ആരംഭിച്ച ഏത് ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവൺമെന്റ് ആണ്? മധ്യപ്രദേശ്. ആത്മീയ വകുപ്പ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ് ആത്മീയ വകുപ്പ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. നെക്സ്റ്റ് 28, തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. ദെൻ 29ാമത്തെ ക്വസ്റ്റ്യൻ, OBC ഉപവിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ഏത്? OBC ഉപവിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ. OBC ഉപവിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ. ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ. നെക്സ്റ്റ് 30, 2019 ജനുവരിയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് പബൂക്ക്. 2019 ജനുവരിയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് പബൂക്ക്. 2019 ജനുവരിയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര് പബൂക്ക്. നെക്സ്റ്റ് 31, 27ാമത് ലോക പുസ്തകമേളയ്ക്ക് വേദിയായത്
2019 27ാമത് ലോക പുസ്തകമേളയ്ക്ക് വേദിയായത് ന്യൂഡൽഹിയാണ്. 2019 27ാമത് ലോക പുസ്തകമേളയ്ക്ക് വേദിയായത് ന്യൂഡൽഹി. നെക്സ്റ്റ് 32. അനധികൃത കൽക്കരി ഖനനം നിരോധിക്കാത്തതിനെ തുടർന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ 100 കോടി രൂപ പിഴയിട്ടത് ഏത് സംസ്ഥാനത്തിനാണ്? അനധികൃത കൽക്കരി ഖനനം നിരോധിക്കാത്തതിനെ തുടർന്ന് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ 100 കോടി രൂപ പിഴയിട്ടത് ഏത് സംസ്ഥാനത്തിനാണ്? മേഘാലയ. ഇമ്പോർട്ടൻ്റ് ആണ്. അനധികൃത കൽക്കരി ഖനനം നിരോധിക്കാത്തതിനെ തുടർന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ 100 കോടി രൂപ പിഴയിട്ട ഏത് സംസ്ഥാനത്തിനാണ്? മേഘാലയ. നെക്സ്റ്റ് 33. 2019 റിപ്പബ്ലിക് ഡേ പരേഡിൽ വ്യോമസേനാ സംഘത്തെ നയിച്ച മലയാളി വനിതാ ഓഫീസർ രാഖി രാമചന്ദ്രൻ. ഇതൊക്കെ ഓൾറെഡി എക്സാമിന് ചോദിച്ചാണ്, പിന്നെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും റിവൈസ് ചെയ്യുകയാണ്. 2019 റിപ്പബ്ലിക് ഡേ പരേഡിൽ വ്യോമസേനാ സംഘത്തെ നയിച്ച മലയാളി വനിതാ ഓഫീസർ രാഖി രാമചന്ദ്രൻ. 2019 റിപ്പബ്ലിക് ഡേ പരേഡിൽ വ്യോമസേനാ സംഘത്തെ നയിച്ച മലയാളി വനിതാ ഓഫീസർ ആരാണ്? രാഖി രാമചന്ദ്രൻ. നെക്സ്റ്റ് 34. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിർത്തലാക്കിയ കേന്ദ്രഭരണ പ്രദേശം. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിർത്തലാക്കിയ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിർത്തലാക്കിയ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി. നെക്സ്റ്റ് 35. അംബേദ്കർ, ഗൗതമ ബുദ്ധൻ എന്നിവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ. അംബേദ്കർ, ഗൗതമ ബുദ്ധൻ എന്നിവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സാമന്ത എക്സ്പ്രസ്. സാമന്ത എക്സ്പ്രസ്. അംബേദ്കർ, ബുദ്ധൻ എന്നിവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ഏതാണ്? സാമന്ത എക്സ്പ്രസ്. സാമന്ത എക്സ്പ്രസ്. നെക്സ്റ്റ് 36. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ നിലവിൽ വരുന്ന സംസ്ഥാനം. 37. ലോകത്തിലെ ഏറ്റവും മികച്ച 30 തുറമുഖങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ തുറമുഖം. ലോകത്തിലെ ഏറ്റവും മികച്ച 30 തുറമുഖങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ തുറമുഖം ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്, മുംബൈ. നവാഷേവയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖം എന്നൊരു റെക്കോർഡ് കൂടി ഈ തുറമുഖത്തിനുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച 30 തുറമുഖങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ തുറമുഖം ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്, മുംബൈ. 38. നാനോ സാറ്റലൈറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ISRO ആരംഭിച്ച പദ്ധതി. നാനോ സാറ്റലൈറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ISRO ആരംഭിച്ച പദ്ധതി ഉന്നതി. നാനോ സാറ്റലൈറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ISRO ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഉന്നതി. യൂണിസ്പേസ് നാനോ സാറ്റലൈറ്റ് അസംബ്ലി ആൻഡ് ട്രെയിനിങ് ബൈ ISRO എന്ന ഷോർട്ടാണ് ഉന്നതി. നാനോ സാറ്റലൈറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ISRO ആരംഭിച്ച പദ്ധതിയാണ് ഉന്നതി. നെക്സ്റ്റ് 39. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം കലാം സാറ്റ് 1.26 kg ആണ്. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണ്. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം കലാം സാറ്റ് 1.26 kg മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം കലാം സാറ്റ്. ദെൻ 40ാമത്തെ പോയിന്റ്. മുന്നാക്ക സമുദായങ്ങളിലെ പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണാനുകൂല്യം നൽകുന്ന ഭരണഘടനാ ഭേദഗതി 103ാം ഭരണഘടനാ ഭേദഗതി. മുന്നക്ക സമുദായങ്ങളിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണാനുകൂല്യം നൽകുന്ന ഭേദഗതി 103ാം ഭരണഘടനാ ഭേദഗതി. ഇത് ലോക്സഭ പാസാക്കിയത് 2019 ജനുവരി 8-ന്. അപ്പോൾ മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണ ആനുകൂല്യത്തിലുള്ള ബില്ല് ലോക്സഭ പാസാക്കിയെന്ന് 2019 ജനുവരി 8. രാജ്യസഭ പാസാക്കിയത് 2019 ജനുവരി 9. 2019 ജനുവരി 8-ന് ലോക്സഭ 2019 ജനുവരി 8-ന് പാസാക്കി. രാജ്യസഭ 2019 ജനുവരി 9-ന് പാസാക്കി. രാഷ്ട്രപതി ജനുവരി 12-ന് ഒപ്പുവെച്ചു. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജനുവരി 12. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജനുവരി 12. അതേപോലെ നിലവിൽ വന്നത് 2019 ജനുവരി 14-ന്.
അപ്പോൾ ജനുവരി 8, ജനുവരി 9, 12, 14. അതേപോലെ ഈ സംവരണം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. മുന്നോക്ക സമുദായങ്ങളെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണാനുകൂല്യം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ദേശീയ തലത്തിൽ നിന്നും ശ്രദ്ധിക്കേണ്ടവ. നെക്സ്റ്റ് അന്തർദേശീയ തലത്തിലെ പോയിന്റ്സ് ആണ് നോക്കാനുള്ളത്. ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെനസ്വേലയുടെ പുതിയ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ. വെനസ്വേലയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? നിക്കോളാസ് മഡൂറോ. നിക്കോളാസ് മഡൂറോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണ ധ്രുവ പരിവേക്ഷണ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ വനിതാ IPS ഓഫീസർ അപർണ കുമാർ. ദക്ഷിണ ധ്രുവ പരിവേഷണ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ വനിതാ IPS ഓഫീസർ അപർണ കുമാർ. ദക്ഷിണ ധ്രുവ പരിവേഷണ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ വനിതാ IPS ഓഫീസർ അപർണ കുമാർ. അപർണ കുമാർ. മൂന്നാമത്തത്, യുനെസ്കോ വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ 2020 ആയി പ്രഖ്യാപിച്ച സിറ്റി റിയോ ഡി ജനറോ, ബ്രസീൽ. യുനെസ്കോ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നത്. യുനെസ്കോ വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ 2020 ആയി പ്രഖ്യാപിച്ച സിറ്റി റിയോ ഡി ജനറോ, ബ്രസീൽ. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണത്. മൂന്നാമത്തെ പോയിന്റ്, യുനെസ്കോ വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ 2020 ആയി പ്രഖ്യാപിച്ച സിറ്റി റിയോ ഡി ജനീറോ, ബ്രസീൽ. നെക്സ്റ്റ് 4, UAEയും സൗദി അറേബ്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ഡിജിറ്റൽ കറൻസിയുടെ പേര് ആബർ. UAEയും സൗദി അറേബ്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ഡിജിറ്റൽ കറൻസി ആബർ. UAEയും സൗദി അറേബ്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ഡിജിറ്റൽ കറൻസി ആബർ. നെക്സ്റ്റ് 5, നാറ്റോയുടെ 30ാം അംഗം. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ സഖ്യകക്ഷികൾ USSRനെതിരായി രൂപീകരിച്ചാണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇതിൽ 30ാമത് അംഗമായി വന്നത് മാസഡോണിയ ആണ്. നാറ്റോയുടെ 30ാം അംഗം ഏതാണ്? മാസഡോണിയ. നാറ്റോയുടെ 30ാം അംഗം മാസഡോണിയ. നെക്സ്റ്റ് 6ാമത്തെ പോയിന്റ്, 2019 ജനുവരിയിൽ കറാച്ചിയിൽ 46 രാജ്യങ്ങൾ പങ്കെടുത്ത നാവിക അഭ്യാസം. 2019 ജനുവരിയിൽ കറാച്ചിയിൽ 46 രാജ്യങ്ങൾ പങ്കെടുത്ത നാവിക അഭ്യാസം അമാൻ 19. 2019 ജനുവരിയിൽ കറാച്ചിയിൽ 46 രാജ്യങ്ങൾ പങ്കെടുത്ത നാവിക അഭ്യാസത്തിന്റെ പേര് അമാൻ 19 എന്നാണ്. 2019 ജനുവരിയിൽ കറാച്ചിയിൽ 46 രാജ്യങ്ങൾ പങ്കെടുത്ത നാവിക അഭ്യാസം അമാൻ 19. അമാൻ 19. നെക്സ്റ്റ് 7ാമത്തെ പോയിന്റ്, ആഫ്രിക്കൻ യൂണിയന്റെ പുതിയ ചെയർമാൻ അബ്ദുൾ ഫത്താ എൽ സീസി. അബ്ദുൾ ഫത്താ എൽ സീസി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ്. ആഫ്രിക്കൻ യൂണിയന്റെ പുതിയ ചെയർമാനായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി അബ്ദുൾ ഫത്താ എൽ സീസി. ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബ്ദുൾ ഫത്താ എൽ സീസി ആണ് ആഫ്രിക്കൻ യൂണിയന്റെ പുതിയ ചെയർമാനായി നിയമിക്കപ്പെട്ട വ്യക്തി. നെക്സ്റ്റ് 8, വേൾഡ് എക്കണോമിക് ഫോറം 2019 വാർഷിക സമ്മേളനം നടന്നത് എവിടെ? സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ദാവോസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. വേൾഡ് എക്കണോമിക് ഫോറം 2019 വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ്. വേൾഡ് എക്കണോമിക് ഫോറം 2019 വാർഷിക സമ്മേളനം നടന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ്. നെക്സ്റ്റ് 9, അഗ്നിപർവ്വത സ്ഫോടനം നടന്ന കുച്ചിനോറിയോബ്യു ഏത് രാജ്യത്താണ്? ജപ്പാൻ. അഗ്നിപർവ്വത സ്ഫോടനം നടന്ന കുച്ചിനോറിയോബ്യു എന്ന ദ്വീപ് ഏത് രാജ്യത്താണ്? ജപ്പാനിലാണ് ഇങ്ങനെ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആ ദ്വീപിന്റെ ശ്രദ്ധിക്കുക, കുച്ചിനോറിയോബ്യു എന്ന് അവരുടെ പ്രാദേശിക ഭാഷയിൽ പറയുന്നു. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്.
കുച്ചിനെറൂബു എന്ന ദ്വീപ് ഏത് രാജ്യത്താണ്? ജപ്പാനിലാണ്. പ്രത്യേകിച്ച് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ആകുമ്പോൾ എക്സാമിന് ചോദിക്കുക. അപ്പോൾ 2019 അഗ്നിപർവ്വത സ്ഫോടനം നടന്ന കുച്ചിനെറിയുബു ദ്വീപ് ഏത് രാജ്യത്താണ്? ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ 10, മനുഷ്യാവകാശത്തിനു വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ആദ്യത്തെ TV ചാനൽ ലോഞ്ച് ചെയ്തതെവിടെ? ലണ്ടനിലാണ്. മനുഷ്യാവകാശത്തിനു വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ആദ്യത്തെ TV ചാനൽ ലോഞ്ച് ചെയ്ത് എവിടെയാണ്? ലണ്ടനിലാണ്. മനുഷ്യാവകാശത്തിന് വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ആദ്യത്തെ TV ചാനൽ ലോഞ്ച് ചെയ്തത് ലണ്ടനിൽ ആണ്. നെക്സ്റ്റ് 11, യുനെസ്കോയിൽ നിന്നും അംഗത്വം പിൻവലിച്ച രാജ്യങ്ങൾ. യുനെസ്കോയിൽ നിന്നും അംഗത്വം പിൻവലിച്ച രാജ്യങ്ങൾ: അമേരിക്ക, ഇസ്രയേൽ. യുനെസ്കോ ഇസ്രയേൽ വിരുദ്ധമാണെന്ന് പറഞ്ഞ് യുനെസ്കോയിൽ നിന്നും അംഗത്വം പിൻവലിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, ഇസ്രയേൽ. യുനെസ്കോയിൽ നിന്നും അംഗത്വം പിൻവലിച്ച രാജ്യങ്ങൾ അമേരിക്ക, ഇസ്രായേൽ. ദെൻ 12, നാസയുടെ പ്ലാനറ്റ് ഹണ്ടിങ് സ്പേസ് ക്രാഫ്റ്റിന്റെ പേര്? ടെസ്. നാസയുടെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസയുടെ പ്ലാനറ്റ് ഹണ്ടിങ് സ്പേസ് ക്രാഫ്റ്റിന്റെ പേരാണ് ടെസ്. നാസയുടെ പ്ലാനറ്റ് ഹണ്ടിങ് സ്പേസ് ക്രാഫ്റ്റ് എന്താണ്? ടെസ്. ദെൻ 13, ദേശീയ പൈതൃക സ്മാരകമായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ഹിന്ദു ആരാധനാലയം? പഞ്ച് തീർത്ത്. ദേശീയ പൈതൃക സ്മാരകമായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ഹിന്ദു ആരാധനാലയമാണ് പഞ്ച് തീർത്ത്. പഞ്ച് തീർത്ത്. നെക്സ്റ്റ് 14, വി ആർ ഡിസ്പ്ലേസ്ഡ് എന്ന പുസ്തകം രചിച്ചത്? മലാല യൂസഫ്സായി ആണ്. വി ആർ ഡിസ്പ്ലേസ്ഡ് എന്ന പുസ്തകം രചിച്ചതാരാണ്? മലാല യൂസഫ്സായി ആണ് വി ആർ ഡിസ്പ്ലേസ്ഡ് എന്ന പുസ്തകം രചിച്ചത്. ദെൻ 15, ശനിയുടെ ഒരു ദിവസം എത്രയായിട്ടാണ് നാസ റീസെൻ്റ്ലി കണ്ടെത്തിയത്? ശനി ഗ്രഹത്തിൻ്റെ ഒരു ദിവസം എത്രയായിട്ടാണ് നാസ കണ്ടെത്തിയത്? 10 മണിക്കൂർ 23 മിനിറ്റ് 38 സെക്കൻഡ്. 10 മണിക്കൂർ 23 മിനിറ്റ് 38 സെക്കൻഡ്. ശനിയുടെ ഒരു ദിവസം എത്രയായിട്ടാണ് നാസ കണ്ടെത്തിയത്? 10 മണിക്കൂർ 23 മിനിറ്റ് 38 സെക്കൻഡ്. നെക്സ്റ്റ് 16, നെയ്ത്തുകാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കുന്നതിന് മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ പേര്? നെയ്ത്തുകാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കുന്നതിന് മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് പ്രോജക്റ്റ് റീവീവ്. നെയ്ത്തുകാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കുന്നതിന് മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് പ്രോജക്റ്റ് റീവീവ്. ഇപ്പോൾ നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇത്രയും പോയിന്റ്സ് ആണ്. ഇപ്പോൾ കോമൺ ആയിട്ട് 3 ടോപ്പിക്ക് നമ്മൾ പഠിച്ചു. കൂടാതെ സ്പോർട്സിൽ നിന്നൊരു 3-4 പോയിന്റുകൾ കൂടി. സ്പോർട്സ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ചെയ്താണെങ്കിൽ ഒരു 4-5 പോയിന്റുകൾ കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ICCയുടെ പുതിയ CEO ആയി നിയമിതനായ വ്യക്തി? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിലെ പുതിയ CEO ആയി നിയമിതനായ വ്യക്തി ആര്? മനു സൗഹാനിയാണ്. മനു സൗഹാനിയാണ് ICCയുടെ പുതിയ CEO ആയി നിയമിതനായ വ്യക്തി. മനു സൗഹാനി. നെക്സ്റ്റ് രണ്ടാമത്തത്, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം എന്ന റെക്കോർഡിനുടമയായത്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം എന്ന റെക്കോർഡിന് ഉടമയായത് മുഹമ്മദ് ഷമിയാണ്. ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമിയാണ് ഇങ്ങനെ ഒരു റെക്കോർഡ് നേടിയത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ദെൻ 3, പ്രഥമ പ്രീമിയർ ബാഡ്മിൻ്റൺ ലീഗ് PBL ജേതാക്കൾ ബംഗളൂരു റാപ്റ്റേഴ്സ് ആണ്. പ്രഥമ പ്രീമിയർ ബാഡ്മിൻ്റൺ ലീഗ് ജേതാക്കൾ ബംഗളൂരു റാപ്റ്റേഴ്സ്. പ്രഥമ പ്രീമിയർ ബാഡ്മിൻ്റൺ ലീഗ് ജേതാക്കൾ ബംഗളൂരു റാപ്റ്റേഴ്സ്. നെക്സ്റ്റ് 4-ാമത്തെ പോയിന്റ്, അടുത്തിടെ അന്തരിച്ച സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കോച്ചായിരുന്ന വ്യക്തി? രമാകാന്ത് അച്ഛരേക്കർ. അടുത്തിടെ അന്തരിച്ച സച്ചിൻ ടെണ്ടുൽക്കറുടെ കോച്ചായിരുന്ന വ്യക്തി രമാകാന്ത് അച്ഛരേക്കർ. അപ്പോൾ 2019 കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇൻഡിവിജ്വൽ ടോപ്പിക്കായിട്ട് പഠിച്ചിരുന്നു. ഇത് കൂടാതെ 2019 ജനുവരിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കോമൺ ആയിട്ട് പഠിച്ച പോയിന്റുകളൊക്കെ നമ്മൾ അത്യാവശ്യം ഒഴിവാക്കിയിട്ട് ഇവിടെ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും 2020 എല്ലാ മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഇത് വളരെയധികം പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു.
ഈ ക്ലാസ് എല്ലാവർക്കും പൂർണ്ണമായും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ അയക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്താൽ ടൈമുള്ളപ്പോൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്